ഇനി ഭാര്യ എന്ന് വെച്ചാൽ എന്താ? ഭരിക്കപ്പെടുന്നവൾ അല്ല, നിങ്ങൾക്ക് അറിയില്ല. അതെ, എവിടെ മീനിങ് മാത്രമാണ്. എന്താണ് മലയാളത്തിൽ ഔദ്യോഗിക നിഘണ്ടു എന്നാണ് പറയുന്നത്? ഭാര്യ എന്ന് വെച്ചാൽ എന്താണ്? ഭർത്താവ് എന്ന് വെച്ചാൽ എന്താണ്? ഭ എന്ന വാക്കിന് വെളിച്ചം എന്നർത്ഥം. രാ എന്ന് വെച്ചാൽ ഇരുട്ട്. യ എന്ന് പറഞ്ഞാൽ ആരാണോ കൂടെയുള്ളത്, ഇരുട്ടിലും വെളിച്ചത്തിലും കൂടെയുള്ള ആളുടെ പേര് ഭാര്യ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണോ കുടുംബത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നത്, അറിവ് കൊണ്ടുവരുന്നത്, അതിന് ഭർത്താവ്. അല്ലാതെ ഭരിക്കപ്പെടുന്ന ഏത് കാലത്ത് അറിവും സമ്പത്തും കൊണ്ടുവരുന്ന ഭർത്താവ് ഏത് കാലത്ത് മനുഷ്യന്മാർ നിങ്ങളുടെ കാലത്തല്ല, എന്റെ കാര്യം. നിങ്ങൾ ഇപ്പൊ ലിവിംഗ് ടുഗദർ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അവ്യക്തമായ ഒരു ദാമ്പത്യം ഉണ്ടെന്നാണല്ലോ പ്രേക്ഷകർ വിലയിരുത്തുക. അതിനിപ്പോ എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട. ഉടമ്പടി ഉണ്ടോ ഇതിന്? MOU ഇല്ല. അപ്പൊ എപ്പോ വേണമെങ്കിലും അതിന്റെ ആവശ്യം കമ്മിറ്റ്മെന്റിന് അല്ല, അത് ഇയാളെ മടുക്കുമ്പോ പോകാമെന്നോ അങ്ങനെ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല ഇതിനുണ്ടോ? ഇല്ല. ഞാൻ എന്റെ സന്തോഷം എന്ന് തീരുന്നു, എനിക്ക് പോകാം. പുതിയ ഡ്രസ് വാങ്ങി ആളുടെ കൂടെ ജീവിക്കണോ, അതായത് കല്യാണം കഴിച്ച് ജീവിക്കണോ, കല്യാണം കഴിക്കാതെ ജീവിക്കണോ എന്നൊക്കെ ഒരു വ്യക്തി തീരുമാനിക്കുന്നത് പലതരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസുകളും പലതരത്തിലുള്ള പോസിറ്റീവ് എക്സ്പീരിയൻസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ആൻഡ് ഓരോരുത്തരുടെ പ്രിഫറൻസ്, ഇപ്പം ഈ പറയുന്ന പോലെ കുട്ടികൾ വേണോ കുട്ടികൾ വേണ്ട എന്നുള്ളതൊക്കെ തികച്ചും വ്യക്തിപരമായ ചോദ്യമാണ്. അപ്പോൾ ലിവിങ് ടുഗെദർ വേഴ്സസ് മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിബേറ്റിന്റെ ഇടയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്, ആദ്യം തന്നെ ഇതിലൊരു കാര്യം പറയട്ടെ, ഭാരം ചുമക്കുന്നവൾ ഭാര്യ, ഭർത്താവിനെ അനുസരിക്കുന്നവൾ ഭാര്യ എന്നൊക്കെ പറയുന്നത്, അതായത് അവർ വളരെ മോഡേണിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതിയുടെ വക്താവെന്ന് സ്വയം സംസാരിക്കുന്ന ഈ മനുഷ്യനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകളുടെ റോള് ഇങ്ങനെയാണ്, ഈക്വാളിറ്റിയെ കുറിച്ച് പറയേണ്ട ഒരു വ്യക്തി പറയുന്നത്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റിലിരിക്കുന്ന അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഒരു മലയാളത്തിന്റെ ഇന്റർപ്രിറ്റേഷൻ പറയുന്നുണ്ട്. എനിക്ക് പുള്ളിയുടെ പേര് അറിയില്ല. ആൻഡ് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വാമഭാഗം പറയുന്നുണ്ട്, പഴയ ഡ്രസ്സ് മാറ്റുന്നത് പോലെ, പുതിയ ഓരോ ഡ്രസ്സ് എടുക്കുന്ന പോലെയാണ് ലിവിങ് ടുഗദറിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ച് മാറ്റുന്നതെന്ന് പറയുന്നത്. അത് വളരെയധികം എന്താ പറയുക, ഒരാളുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവർ പറയും ഞാനൊരു സാധാരണ മെറ്റഫർ അല്ലേ ഉപയോഗിച്ചത്, അതിലെന്താ ഇത്ര അധികം രോഷാകുലരാവേണ്ട ആവശ്യം എന്താന്നൊക്കെ തോന്നും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഷെയ്മിങ് ആണ്. നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് കരുതി ഒരാളെ കളിയാക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിക്കാണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരാളെ മോശക്കാരാക്കേണ്ട ആവശ്യമില്ല. ഡിവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവര് ഡിവോഴ്സ് ചെയ്തിട്ടല്ലേ രണ്ടാമത് കല്യാണം കഴിച്ചത്. അപ്പൊ ഡിവോഴ്സ് ചെയ്തത് ഇവർ ആദ്യത്തെ വസ്ത്രം ഉപേക്ഷിച്ച് രണ്ടാമത്തെ വസ്ത്രം ഉപേക്ഷിക്കണു, കല്യാണം കഴിക്കണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കേൾക്കുമ്പോൾ വിഷമാവും അല്ലെ. അപ്പൊ നമ്മളൊരു ഡിബേറ്റ് നടത്തുമ്പോൾ, ഇത് ചെറിയ കുട്ടികളും ഇങ്ങനെ ഡിബേറ്റ് ഒക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു പോയിന്റ് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ആ പോയിന്റ് പറയേണ്ട ആവശ്യമിരിക്കണം. നമുക്കതല്ലാതെ ഇന്റലക്ച്വൽ ആയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ആ പോയിന്റ് പ്രസന്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ലിവിങ് ടുഗെദറിലേക്ക് വരുന്നത്? അത് പല റീസൺസ് ഉണ്ട്. ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആവാം. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് കല്യാണത്തിലേക്കുള്ള കമ്മിറ്റ്മെന്റ്, അത് ഒരു ലൈഫ് ലോങ് ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് വാക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നതാവാം. ഇപ്പം പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാതെ ഒരു ലിവിങ് ടുഗെദർ എന്നുള്ളൊരു കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ അത് എനിക്ക് വളരെ അടുത്തുള്ള ഒരു സർക്കിൾ ഒരാൾ പറയുകയാണെങ്കിൽ അത് അയാളുടെ വ്യക്തിഗത നിശ്ചയം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല, ഉറപ്പായിട്ടും കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കാണ്ട് നിനക്ക് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു എൽഡർ സിസ്റ്ററിനെ പോലെ, അല്ലെങ്കിൽ ഒരു യങ് സിസ്റ്ററിനെ പോലെ, ഒരു ആന്റിയെ പോലെ, ഒരു അങ്കിളിനെ പോലെ ഞാൻ പറയുകയാണ് നീ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അതിനെ എന്താ പറയുക, അവളുടെ ഷേപ്പ് ഉണ്ടല്ല അതുകൊണ്ടാണ് അവൾ ആരും കല്യാണം കഴിക്കാത്തത്, അതുകൊണ്ടാണ് അവൾക്ക് ലിവിങ് ടുഗെദർ വേണ്ടത് എന്നിട്ടുള്ള വൃത്തിയായിട്ട കമന്റ്സ് ഒന്നും പറയാതിരിക്കുക. ഇതിൽ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, ഇൻ ജനറൽ ലിവിങ് ടുഗെദർ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്, ലോങ് ടേം കമ്മിറ്റ്മെന്റ്. എന്ന് സ്നേഹം അവസാനിക്കുന്നോ അന്ന് സൗഹൃദപരമായിട്ട് പിരിഞ്ഞു പോകാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇതിൽ ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്ന് രഹസ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും, മറ്റേ ആൾക്ക് കൂടെ താമസിച്ച് എന്തെങ്കിലും കല്യാണത്തിലേക്ക് വരുന്ന വിചാരിക്കുന്നുണ്ടാവും. പേഴ്സണാലിറ്റി ആസ്പെക്ട്സ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ റിലേഷൻഷിപ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിന്റെ കൂടെ ജീവിക്കുന്നതാണോ സന്തോഷം, രണ്ട് പാർട്ട്ണറിന്റെ കൂടെ ജീവിക്കുന്നതാണോ സന്തോഷം? അതായത് ഈ ഞാൻ ഇങ്ങനെയാണ് പോളി അമോറസ് ആണെന്ന് പറഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അപ്പോൾ എന്താ പറയുക, അത് മ്യൂച്വലി പറഞ്ഞിട്ട് കമ്മിറ്റഡ് ആയിട്ട്, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കല്യാണം മാത്രമല്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു സുപ്രഭാതത്തിൽ ബായി പറഞ്ഞ ഒരാൾ പോകുമ്പോഴത്തേക്കും വിഷമം വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലിവിങ് ടുഗെദറിന് പോരുത്. കാരണം നിങ്ങൾക്കത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ നിങ്ങളെ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് ആലോചിച്ചിട്ട് സങ്കടം ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്ന വരില്ല. എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കൺസേൺസ്, നിങ്ങളുടെ എന്താ പറയുക ഭാവിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു 100 കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിലും ലിവിങ് ടുഗെദറിലാണെങ്കിലും നിങ്ങളത് ഡിസൈഡ് ചെയ്യുക. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ആരുടെ കൂടിയാ ചെയ്യണത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.